നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗെയിമിംഗ് വീഡിയോ ആണ്, അതും ഫ്രീ ഫയറിന്റെ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കളിക്കുന്നത് ഒരു CS റാങ്കാണ്, ക്ലാഷ് കോഡ്. നമ്മള് റാങ്ക് തുടങ്ങുവാണ്. നമ്മുടെ ഗണ്ണൊക്കെ എടുത്തിട്ട് ആദ്യം നമുക്ക് ഗണ്ണെടുക്കാൻ പറ്റിയില്ല, ചെറിയ ലേറ്റ് ആയി പോയി. എടുത്തപ്പോൾ ഗണ്ണൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നേരെ നമ്മൾ ഗിഫ്റ്റ് ബോക്സ് നോക്കിയിട്ട് അതിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഗണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെടിയൊക്കെ ഒത്തിരി പാടാണ്. അപ്പോൾ ഇവിടെ ഉള്ളവന് ഇത്തിരി ഡാമേജ് കൊടുത്തിട്ട് ഇത്തിരി മാറിയുണ്ട്, കാരണം നമ്മുടെ കണ്ണ് ശോഭമാണ്. അവന്മാരെയൊക്കെ ഗണ്ണെടുത്തിട്ടാണ് വന്നേക്കുന്നത്. ആ ഗിഫ്റ്റ് ബോക്സ് കൂടെയാണ് പൊട്ടിച്ചിട്ട് അതിനും കൂടെ സാധനങ്ങൾ എടുത്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പുറം സൈഡിട്ട് പോയപ്പോഴാണ് അവിടെ ഒരുത്തൻ അടിച്ചിടുന്നത്. ഞാൻ ഇവിടെ നിന്ന് അടിക്കാൻ പറ്റുമോ നോക്കി ഇത്തിരി ഡാമേജ് 12 ഡാമേജ് കൊടുത്തു. അപ്പോഴേക്കും അവനെ വേറൊരാൾ നോക്കാക്കി. ഞാൻ അടിയിട്ട് അപ്പോൾ അടിയിൽ നിന്നൊരു ഒറ്റ ഞാൻ ഇറങ്ങി ചെന്നപ്പോഴാണ് അവിടെ ചെന്നപ്പോഴാണ് ഇനിമേ എൻ്റെ വേണ്ടി ചാടി വരാണ്ട്. ഞാൻ ശ്രമിച്ചു, പക്ഷേ അവൻ എന്നെ അടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ അവൻ എന്നെ അടിച്ചിട്ട് കളഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇറങ്ങി വന്നിട്ട് അപ്പം തന്നെ അവനെ നോക്കിടുകയും ചെയ്തു. ആ കളി ഞങ്ങൾ പിടിച്ചു. നമ്മുടെ അടുത്ത കളി എന്തായാലും തോക്കൊക്കെ എടുത്തിട്ട് നമ്മൾ എന്തായാലും കളി പിടിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു, അതൊന്നും ഞാൻ മാറ്റിക്കേണ്ട. അപ്പം തന്നെ കളി കയറിയാണ്. വേറെ പാരഫെല്ലാം എടുത്തിട്ട് നമ്മുടെ കളി എല്ലാവർക്കും കാണിച്ചെടുക്കാൻ വേണ്ടി കളി തുടങ്ങിയിരിക്കുകയാണ്. കളി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തെ അപ്പം തന്നെ കട്ടാരൊക്കെ എടുത്തിട്ട് ഷോ ഒക്കെ കളിച്ച് ലോലൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇട്ടില്ല, അത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. എൻ്റെ പുതിയ ഫോണായിരുന്നു, അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ തോക്കൊക്കെ എടുത്ത് നൈസായിട്ട് കയറി ചെന്ന് അവിടെയുള്ള ഗിഫ്റ്റ് ബോക്സൊക്കെ പൊട്ടിച്ച് അതിൽ നിന്നൊക്കെ സാധനങ്ങൾ എടുക്കാൻ പോവാണ്. അപ്പോൾ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് അതിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തു. നല്ലൊരു വലിയൊരു സാധനം കിട്ടി. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വി ആർ റോഡ് ടു 100K അല്ലെങ്കിൽ 1K എങ്കിലും വേണം ഗൈസ്. നല്ലൊരു സപ്പോർട്ട് നിങ്ങളുടെ എല്ലാവരെയും പ്രതീക്ഷിക്കുന്നു. ഞാൻ പെട്ടെന്ന് തോക്കാന്ന് വിചാരിച്ചു വാളെടുത്തുനിന്ന് അടിക്കാൻ, ആ തോക്കാന്ന് വിചാരിച്ച് വാളെടുത്തുനിന്ന് അടിക്കാൻ നോക്കിയപ്പോൾ അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തവൻ്റെ അടുത്തായിട്ട് പോവാണ്. ഇനി അടുത്തവൻ അപ്പുറത്ത് കണ്ടായിരുന്നു. അവനടിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി ചെല്ലുകയാണ്. അവന് അടിക്കാൻ വേണ്ടി ഇറങ്ങി ചെന്നപ്പോൾ എല്ലാവരും കൂടെ അവനടിച്ചിട്ട് എടുത്തു. പിന്നെ ഞങ്ങൾ അടുത്ത വീഡിയോക്കുള്ള എന്തൊക്കെ ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ തെറ്റുണ്ടെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഒക്കെ തുടങ്ങുന്നത്, അപ്പോൾ എന്താ തെറ്റെന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ മാറ്റണം, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ നേരെ അടുത്ത കളിച്ച് അടുത്ത കയറി ചെന്ന് നമ്മൾ മേളിലേക്ക് ചെന്നിട്ട് എല്ലാത്തിനെയും അടിക്കാൻ വേണ്ടി മേളിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചാടിയപ്പോൾ ഒന്ന് ജസ്റ്റ് സ്ലിപ്പായി താഴ്ത്തു പോയി. എന്താ ഞാൻ അതിൻ്റെ മേളിൽ കയറിയിട്ട് അവിടെ നിന്നിട്ട് എല്ലാത്തിനും സ്കോപ്പ് ഇട്ട് അടിക്കാമെന്ന് വിചാരിച്ചു, പറ്റിയില്ല. ഞാൻ ഇപ്പുറം വഴി കറങ്ങി ചെന്ന് അവിടെ ഒന്ന് ഒളിച്ച് നിന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പം അത് അവിടേക്ക് നെറ്റിലാതിപ്പുണ്ട്. ഞാനപ്പോൾ തന്നെ ഓടിച്ചെന്ന് അവനെ ഫിനിഷ് ചെയ്ത്. ഇത്രയൊക്കെ പറ്റുള്ളൂ. മറ്റേ എനിമീനെ കാണാത്തപ്പോൾ അവനെ ഫിനിഷ് ചെയ്തിട്ട് നേരെ ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറാൻ പോയപ്പോൾ പകുതി പേരെ അവൻ അടിച്ചിട്ടുണ്ട്. ഒരാളും കൂടെയാണ് ബാക്കിയുള്ളൂ. അവരെയും കൂടെ ഫിനിഷ് ചെയ്താൽ ഞങ്ങൾ കളി പിടിക്കും ഗൈസ്. അപ്പോൾ അവരെവിടെ നിന്ന് ഞാൻ തപ്പിക്കൊണ്ടിരുന്ന് അപ്പുറം ഇപ്പുറമൊക്കെ കറങ്ങി എല്ലായിടത്തും നോക്കി, അങ്ങോട്ട് മേളിലൊക്കെ നോക്കി, അവിടെ ഇവിടെയൊക്കെ നോക്കി. അവനെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഡ്രോപ്പിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി. ഡ്രോപ്പിൻ്റെ അടുത്ത് സാധനങ്ങളൊക്കെ എടുത്തു. അതെൻ്റെ ഞാൻ അവനെ തപ്പാൻ വേണ്ടി കറങ്ങി ചെന്നപ്പോൾ തന്നെ അവനെ അടുത്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വിക്ടറി അടിച്ചിരിക്കുന്നു. ഇനി അപ്പോൾ അടുത്ത കളിയിലേക്കായി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഫേവറേറ്റ് ഗൺസ് ആണത്. ഇതിരണ്ട് കൊണ്ടാണ് വിളിക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കാൻ സൂപ്പർ മെട്ടൊക്കെ എടുത്തു. എന്താ ഇന്നത് ആവശ്യമില്ല, ഭാരമൊന്നുമില്ല. എന്നാലും സൂപ്പർ മെട്ടൊക്കെ എടുത്തു. നമ്മൾ അടുത്ത കളിയിൽ അടിച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. വാച്ചിങ് വീഡിയോന് താങ്ക് യു. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അത് ഞാൻ നേരെ മേളിലേക്ക് ആടി അവിടെ നിന്ന് നേരെ അപ്പുറത്തെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കൊണ്ട് ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്ത് തരണം ഗൈസ്. പ്ലീസ്. ഞങ്ങളിത് എന്താ ബുദ്ധിയ ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും
സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതേപോലെ തന്നെ എന്റെ കൂട്ടുകാരും കൂടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, പപ്പായിന്ന് പറഞ്ഞ അവനെ കൂടെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ ഒരുമിച്ചാണ് ഗെയിമൊക്കെ കളിക്കാറ്. ഞാൻ ഇതിനും വിട്ട വീഡിയോയിലൊക്കെ അവനുണ്ടായിരുന്നു. അവന്റെ വീഡിയോ സബ് ചെയ്യുക. അവൻ വോയിസ് ഇങ്ങനെ ഇറക്കിയിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് ഇറക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്ക് വീഡിയോ ആണ്. അപ്പോൾ ഒരിക്കലും ഫിനിഷ് ചെയ്തിരിക്കുന്നു ഗൈസ്. അവനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുത്ത സ്ഥലത്തോട്ട് പോയപ്പോൾ എനിക്ക് അടി കിട്ടി, വേഗം അടി കിട്ടി. ഞാൻ അവനെ കണ്ടില്ല. അപ്പോൾ എനിക്ക് അടി കിട്ടി, ഞാൻ നോക്കടിച്ചു. ഞാൻ അവനെ കണ്ടില്ല, ഞാൻ നോക്കി. ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ടിലായിരിക്കുന്നു. അപ്പം കൂട്ടുകാരന്മാരെ അടിക്കാത്തതുകൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രണ്ടിലായിരിക്കും എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് അവൻ അതിൻ്റെ മേളിൽ നിന്ന് ചാടി ഇറങ്ങിയത്. അപ്പോൾ ആ കളി നമ്മൾ ഡിഫീറ്റ് അടിച്ചിരിക്കുന്നത് ഗൈസ്. ഇനി ഒരു ഒറ്റ കളിയും കൂടെ ഉള്ളൂ. ആ കളി കൂടെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തായാലും നമ്മൾ ബി അടിക്കുന്നതാണ്. CS ആയതുകൊണ്ട് തന്നെ എൻ്റെ റാങ്ക് കൂടുതലാണ്. പിന്നെ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മുടെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ കളിക്കുന്ന ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ഡ്രോപ്പ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സിനും അവസാനത്തെ സബ്സ്ക്രൈബേഴ്സിനും വല്ലതും അയച്ചു തരാം. അപ്പോൾ ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സിനും അവസാനത്തെ സബ്സ്ക്രൈബേഴ്സിനും മാത്രമേ അയച്ചിരുള്ളൂ കേട്ടോ. അത്രയൊക്കെ ഉണ്ടാവും നമ്മളേലും. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് നല്ല രസിച്ചിരുന്നോളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഞാനിവിടെ ഇന്ന് ചാടിയപ്പോഴേക്കും തന്നെ മേളിൽ ആളെ നോക്കിയപ്പോൾ ആളൊന്നുമില്ല അവിടെ. പിന്നെ ഞാൻ താഴത്തോട്ട് ഇറങ്ങി നേരെ അപ്പുറം വഴി ഇറങ്ങി ചെല്ലാന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നോക്കിയപ്പോൾ അവിടെ ഒരാള്. അപ്പോൾ ബുള്ളറ്റിന്റെ സൈനൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയത്. എൻ്റെ കൂട്ടുകാരൻ ഒരാൾക്ക് അടി കിട്ടി. ഞാൻ അവിടെ നിന്ന് നേരെ നോക്കിയപ്പോഴേക്കും അപ്പുറത്തെ ബിൽഡിങ്ങിൽ ആരോ കാണിക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലൂ വാൾ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഒളിച്ചിരുന്ന് അടിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷെ നടന്നില്ല, അവൻ അപ്പുറം സൈഡിട്ട് പോയി. അപ്പോൾ ആ ആരോമാർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ നിന്ന് അടിച്ചിട്ട് അവനെ ഞാനിവിടെ നിന്ന് അടിച്ചിട്ടു. അപ്പോൾ അവൾ ബുയ്യ അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളെ ബുയ്യ അടിച്ചിരിക്കുകയാണ്. ഞാൻ ഗോൾഡ് 4 സ്റ്റാർ കൂടെ കൂടി. അപ്പോൾ നമ്മുടെ MVP എന്ന് പറയുന്നത് ഒരു റിയലായിട്ട് ഉണ്ടോയെന്ന് ഒരുത്തനായിരുന്നു. ആ ഗോൾഡ് 1 സ്റ്റാർ കൂടെ അടിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമ്മുടെ അക്കൗണ്ടിലെ കളക്ഷൻ കാണിച്ചുകൊണ്ട് നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.